വെൽക്കം ടു ന്യൂമറൽ എം ഗണിത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പോയിന്റ്സ് ആൻഡ് സർക്കിൾസ് എന്ന സർക്കിളിലെ സെക്ഷനാണ്. ഒരു സർക്കിളിന്റെ റേഡിയസ് അറിയാമെന്നുണ്ടെങ്കിൽ ആ മെഷർമെന്റ് യൂസ് ചെയ്തുകൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കാനും സർക്കിളിലെ ഏതെങ്കിലും രണ്ട് പോയിന്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ട് കോഡ് വരയ്ക്കാനും നമുക്കറിയാം. എന്ന് മാത്രമല്ല കോഡിന്റെ സ്പെഷ്യാലിറ്റീസും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടായി. ഇവിടെ സർക്കിളിലെ രണ്ട് പോയിന്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ലൈൻ വരച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി സർക്കിളോ ദാറ്റ് മീൻസ് സർക്കിളിന്റെ റേഡിയസോ ഒന്നും അറിയാതെ തന്നെ രണ്ട് പോയിന്റ്സ് മാത്രം തരികയാണ്. ഈ രണ്ട് പോയിന്റ്സും യൂസ് ചെയ്തുകൊണ്ട്, അതായത് ഈ രണ്ട് പോയിന്റ്സിലൂടെയും പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ നമ്മളോട് വരയ്ക്കാൻ പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും നമുക്ക് വരയ്ക്കാം? നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ എ ബി എന്ന രണ്ട് പോയിന്റ്സ് ഉണ്ട്. ഈ രണ്ട് പോയിന്റ്സിലൂടെ ഒരു സർക്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എയും ബിയും ഓൺ ദ സർക്കിളിലെ പോയിന്റ്സ് ആവത്തക്ക രീതിയിൽ നമുക്ക് ഒരു സർക്കിൾ വരയ്ക്കണം. എങ്ങനെയാണ് നമ്മളത് വരയ്ക്കുക? ആദ്യമായി എ ബി എന്ന പോയിന്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു സർക്കിളാണ്. അതായത് എയിലൂടെയും ബിയിലൂടെയും പാസ് ചെയ്ത് പോകുന്ന ഒരു സർക്കിളാണ് വേണ്ടത്. സർക്കിൾ വരയ്ക്കാനായിട്ട് സർക്കിളിൻ്റെ സെൻറ്റർ വേണം. അതിനായിട്ട് എ ബി എന്ന ഈ ലൈനിൽ ഒരു ബൈസെക്ടർ വരയ്ക്കാം. 8th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ബൈസെക്ടർ വരയ്ക്കുക എന്നുള്ളത്. രണ്ട് മെത്തേഡ് ഉണ്ട്. ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അതിനായിട്ട് പകുതിയിൽ കൂടുതൽ മെഷർമെൻ്റ് എടുത്തുകൊണ്ട് മുകളിലോട്ടും താഴോട്ടും ആർക്ക് വരയ്ക്കുക. ദെൻ അതേ മെഷർമെൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് റൈറ്റ് സൈഡിലൂടെയും ഒരു ആർക്ക് വരയ്ക്കുകയാണെങ്കിൽ ഈ രണ്ട് പോയിന്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ലൈൻ എ ബി എന്ന ലൈനിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്തു പോകും എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് കിട്ടിയത് എ ബി ലൈനിൻ്റെ മിഡ് പോയിന്റ് ആണ്. ഈ മിഡ് പോയിന്റിനെ സർക്കിളിന്റെ സെൻട്രാക്കി എടുത്തുകൊണ്ട് നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന സർക്കിൾ അതിലെ രണ്ട് പോയിന്റ്സ് ആയിരിക്കും എയും ബിയും. ഇവിടെ ഞാനൊരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ട്രയാങ്കിൾ എ ബി സി. നമുക്കറിയാം ഒരു ട്രയാങ്കിളിന് 3 സൈഡ്സും 3 ആംഗിൾസും ഉണ്ട് എന്നത്. 3 സൈഡ്സിലൂടെയും ബൈസെക്ടേഴ്സ് വരച്ചു. എ ബി എന്ന സൈഡിന്റെ ബൈസെക്ടറാണ് ഈ ലൈൻ. അതേപോലെ തന്നെ ബി സി ലൈനിന്റെ ബൈസെക്ടറാണ് ഇത്. എ സി ലൈനിന്റെ ബൈസെക്ടറാണ് ഇത്. നിങ്ങൾക്ക് കാണാം ഈ 3 ബൈസെക്ടേഴ്സും ഒരു പോയിന്റിൽ ചെന്ന് മീറ്റ് ചെയ്യുന്നത്. 8th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിച്ചു ഒരു ട്രയാങ്കിളിൽ 3 സൈഡ്സിലൂടെയും ബൈസെക്ടേഴ്സ് വരയ്ക്കുന്ന സമയത്ത് ആ ബൈസെക്ടേഴ്സ് എല്ലാം ഒരു പോയിന്റിൽ ചെന്ന് മീറ്റ് ചെയ്യും എന്നുള്ളത്. അത് സൈഡ് ബൈസെക്ടർ ആയാലും ആംഗിൾ ബൈസെക്ടർ ആയാലും സൈഡ് ബൈസെക്ടേഴ്സിന്റെ എല്ലാ ലൈൻസും ചെന്ന് മീറ്റ് ചെയ്യുന്നത്, ഇന്റർസെക്ട് ചെയ്യുന്നത് ഒരു പോയിന്റിലാണ്. അതേപോലെ തന്നെ ആംഗിൾ ബൈസെക്ടേഴ്സ് വരച്ചാലും ആംഗിൾ ബൈസെക്ടേഴ്സ് എല്ലാം ഇന്റർസെക്ട് ചെയ്യുന്നത് ഒരു പോയിന്റിലാണ്. ഓക്കെ, ആ റൂളാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ട്രയാങ്കിൾ എ ബി സിയുടെ 3 സൈഡ്സിനും സൈഡ് ബൈസെക്ടേഴ്സ് വരച്ചു. ആ ബൈസെക്ടേഴ്സ് എല്ലാം ഒരു പോയിന്റിൽ ചെന്ന് ഇന്റർസെക്ട് ചെയ്യുന്നു. ഓക്കെ, പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് എല്ലാം ഒരു പോയിന്റിൽ ചെന്ന് മീറ്റ് ചെയ്തു. ദാറ്റ് മീൻസ് ഒ എന്ന നമ്മൾ നെയിം ചെയ്യുകയാണെങ്കിൽ ട്രയാങ്കിൾ എ ബി സിയുടെ 3 സൈഡ്സിന്റെയും 3 പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് എല്ലാം ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ഒ എന്ന് നമുക്ക് പറയാം. ഈ ഒ എന്ന പോയിന്റിനെ സെൻട്രാക്കി എടുത്തുകൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ആ സർക്കിൾ എ ബി സി എന്ന 3 പോയിന്റിലൂടെയും പാസ് ചെയ്തു പോകും. ഓക്കെ, ഒന്നുകൂടി പറയാം. എ ബി സി എന്ന ട്രയാങ്കിൾ എ ബി സിയുടെ 3 സൈഡ്സ് ആയ എ ബി ബി സി എ സിയിലൂടെ 3 പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരയ്ക്കുന്ന സമയത്ത് ആ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് എല്ലാം ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ഒ. ഒയെ സെൻട്രാക്കി എടുത്തുകൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ആ സർക്കിളിലെ 3 പോയിന്റ്സ് ആയിരിക്കും എ ബി സി. ഓക്കെ, അതുകൊണ്ട് തന്നെ പറയാം ട്രയാങ്കിൾ എ ബി സിയുടെ സർക്കം സർക്കിൾ ആണ് നമ്മൾ ഈ വരച്ചിരിക്കുന്ന സർക്കിൾ.
In any triangle, the perpendicular bisectors of all three sides intersect at a single point. ഒരു ട്രയാങ്കിളിലെ 3 സൈഡ്സിലൂടെയും പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരയ്ക്കുന്ന സമയത്ത് ആ ബൈസെക്ടേഴ്സ് എല്ലാം ഒരു പോയിന്റിൽ ചെന്ന് ഇൻ്റർസെക്റ്റ് ചെയ്യുമെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആ പോയിന്റ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോ ട്രയാങ്കിൾ വിത്ത് ലെങ്ത്സ് 4 and 5 centimeters and the angle between them 60 degree. Draw the circumcircle. ഇവിടെ 4ഉം 5ഉം സൈഡ്സ് ഉള്ള ഒരു ട്രയാങ്കിളാണ് വരയ്ക്കേണ്ടത്. ആ 2 സൈഡ്സിൻ്റെയും ഇടയിലുള്ള ആംഗിൾ മെഷർമെൻറ്റ് 60 ഡിഗ്രി ആണ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വരച്ചു തുടങ്ങാം. ആദ്യമായി 5 സെൻറ്റിമീറ്റർ സൈഡാണ് വരയ്ക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സൈഡ് മെഷർമെൻറ്റ് 4 സെൻറ്റിമീറ്റർ ആണ്. കോമ്പസിൽ 4 സെൻറ്റിമീറ്റർ സൈഡ് മെഷർമെൻറ്റ് എടുക്കുന്നു. ഓക്കെ, ദെൻ 4 സെൻറ്റിമീറ്റർ ആർക്ക് വരയ്ക്കാം. ഇനി പറഞ്ഞിരിക്കുന്നത് 4 സെൻറ്റിമീറ്ററിൻ്റെയും 5 സെൻറ്റിമീറ്റർ ഇടയിലുള്ള ആംഗിൾ മെഷർമെൻറ്റ് 60 ഡിഗ്രിയാണ്. സോ 60 ഡിഗ്രി പ്രൊട്രാക്ടറിലെടുക്കാം. ഡിഗ്രി മാർക്ക് ചെയ്തു. ദെൻ പോയിൻറ്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 60 ഡിഗ്രി ആംഗിൾ മെഷർമെൻറ്റും 4 സെൻറ്റിമീറ്റർ സൈഡുമാണ്. ഈ 2 പോയിൻറ്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടിയത് ട്രയാങ്കിളാണ് വിത്ത് സൈഡ്സ് 4 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 60 ഡിഗ്രി. ട്രയാങ്കിൾ ABC കിട്ടിയിട്ടുണ്ട്. ഇനി വരയ്ക്കേണ്ടത് ഈ ട്രയാങ്കിൾ ABCയുടെ സർക്കിളാണ്. സർക്കിൾ വരയ്ക്കാനായിട്ട് നമുക്കൊരു സെൻറ്റർ ആവശ്യമാണ്. ആ സെൻറ്റർ എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിൻ്റെ 3 പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ്, ദാറ്റ് മീൻസ് 3 സൈഡ്സിലൂടെയും പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരയ്ക്കുമ്പോൾ ആ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് എല്ലാം ഒരു പോയിന്റിൽ ചെന്ന് ഇൻ്റർസെക്റ്റ് ചെയ്യും. ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിനെ സർക്കിളിൻ്റെ സെൻറ്ററാക്കി എടുത്തുകൊണ്ട് നമുക്കൊരു സർക്കിൾ വരയ്ക്കാം. അതിനായി നമുക്ക് ആദ്യമായിട്ട് ഈ 3 സൈഡ്സിലൂടെയും പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരയ്ക്കാം. ആദ്യമായി BC സൈഡാണ്. പകുതിയിൽ കൂടുതൽ മെഷർമെൻറ്റ് എടുത്തുകൊണ്ട് മുകളിലോട്ടും താഴോട്ടും ആർക്ക് വരയ്ക്കുന്നു. അത് 2 സൈഡിലൂടെയും റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, ഈ ആർക്കിൻ്റെ പോയിൻറ്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുമ്പോൾ കിട്ടിയത് BCയുടെ മിഡ് പോയിൻറ്റിലൂടെ പാസ് ചെയ്ത് പോകുന്ന ഒരു ലൈനാണ്. ഇനി ACയുടെ പകുതിയിൽ കൂടുതൽ മെഷർമെൻറ്റ് എടുത്തുകൊണ്ട് 2 ആർക്ക് ഒരു പോയിന്റിലൂടെ വരയ്ക്കാം. ദെൻ A എന്നുള്ള പോയിന്റിൽ നിന്നും മുകളിലോട്ടും താഴോട്ടും ആർക്ക് വരയ്ക്കുമ്പോൾ നമുക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് സെൻറ്ററിലൂടെ പാസ് ചെയ്ത് പോകുന്ന ACയുടെ മിഡ് പോയിന്റ്, ദാറ്റ് മീൻസ് സെൻറ്ററിലൂടെ പാസ് ചെയ്ത് പോകുന്ന ഒരു ലൈനാണ്. ഇനി വരയ്ക്കേണ്ടത് AB എന്ന ലൈനിൻ്റെ ബൈസെക്ടറാണ്. ഓക്കെ, അതിനായിട്ട് പകുതിയിൽ കൂടുതൽ മെഷർമെൻറ്റ് എടുത്തുകൊണ്ട് 2 ആർക്ക് വരയ്ക്കുന്നു. A എന്നുള്ള പോയിന്റിൽ നിന്നും 2 ആർക്ക് വരയ്ക്കാം. ഈ ആർക്കിൻ്റെ പോയിൻറ്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ABയുടെ സെൻറ്ററിലൂടെ പാസ് ചെയ്ത് പോകുന്ന ഒരു ലൈനാണ്. ഓക്കെ, AB, BC, ACയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഒരു പോയിന്റിൽ ചെന്ന് മീറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. ഈ പോയിന്റിനെ സെൻറ്ററാക്കി എടുത്തുകൊണ്ട്, ദാറ്റ് മീൻസ് O എന്ന് നെയിം ചെയ്യുകയാണെങ്കിൽ സെൻറ്ററാക്കി എടുത്തുകൊണ്ട് ഓയിലൂടെ ഒരു സർക്കിൾ, നമുക്ക് O സെൻറ്ററാക്കി എടുത്തുകൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കാം. അങ്ങനെ വരയ്ക്കുമ്പോൾ ആ സർക്കിൾ എന്ന് പറയുന്നത് ABC എന്ന 3 പോയിന്റിലൂടെ പാസ് ചെയ്തു പോകുന്നു എന്നുള്ളതാണ്.
ഓക്കെ, ഇപ്പോൾ വരച്ച സർക്കിൾ എന്ന് പറയുന്നത് സെൻറ്റർ ഒ ആണ്. എ ബി സി എന്ന ട്രയാങ്കിളുടെ 3 വെർട്ടിസസ് ഓൺ ദ സർക്കിളിലാണ് എന്ന് കാണാം. അതായത് ട്രയാങ്കിൾ എ ബി സി 4 and 5 സെൻറ്റിമീറ്റർ സൈഡ്സും ആംഗിൾ ബിറ്റ്വീൻ ദം 60 ഡിഗ്രി ഉള്ള ട്രയാങ്കിൾ എ ബി സിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരച്ചു കഴിഞ്ഞപ്പോൾ ആ ബൈസെക്ടേഴ്സ് ഒരു പോയിന്റിൽ ചെന്ന് ഇൻ്റർസെക്റ്റ് ചെയ്തു. ആ പോയിന്റിനെ ഒ എന്ന് നെയിം ചെയ്തു. അതിനെ സെൻട്രാക്കി എടുത്തുകൊണ്ട് അതിലൂടെ ഒരു സർക്കിൾ വരച്ചു. അതാണ് സർക്കം സർക്കിൾ. ഓക്കെ, ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് റേഡിയസ് ആണ്. സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും ഏതെങ്കിലും ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് സർക്കിളിൻ്റെ റേഡിയസ്. ഓക്കെ, നമുക്ക് നോക്കാം. ഒ എന്ന സെൻറ്ററിൽ നിന്നും സി എന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2.8 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഒ എന്ന സെൻറ്ററിൽ നിന്നും എ എന്നുള്ള പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസും 2.8 സെൻറ്റിമീറ്റർ ആണ്. അതായത് സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 2.8 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, triangle ABC with lengths 4 and 5 centimeter and angle between them 60 degree. 3 സൈഡ്സിൻ്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരച്ചു. അപ്പോൾ സർക്കിളിൻ്റെ സെൻറ്റർ കിട്ടി. അതിലൂടെ സർക്കിൾ വരച്ചപ്പോൾ നമുക്ക് കിട്ടിയത് ഒരു സർക്കം സർക്കിൾ ഓഫ് ട്രയാങ്കിൾ എ ബി സി ആണ്. ദെൻ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 2.8 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. The equal sides of an isosceles triangle are 8 centimeters long and the radius of its circumcircle is 5 centimeters. Calculate the length of its third side. അതായത് ഒരു ട്രയാങ്കിളിൻ്റെ 2 സൈഡ്സ് 8 സെൻറ്റിമീറ്റർ ആണ് എന്നതുണ്ട്. ദാറ്റ് മീൻസ് ഒരു ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്നത് ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. സോ നമുക്ക് 2 സൈഡ്സ് 8 സെൻറ്റിമീറ്റർ ആണ് എന്ന് കൊടുക്കാം. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഈ ട്രയാങ്കിൾ എ ബി സിയിലൂടെ ഒരു സർക്കം സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ദാറ്റ് മീൻസ് സർക്കിളിലെ 3 പോയിന്റ്സ് എ ബി സി ആക്കിക്കൊണ്ട് എടുക്കുകയാണെങ്കിൽ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്. അതായത് എയിൽ നിന്ന് ഒയിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ബിയിൽ നിന്ന് ഒയിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ സിയിൽ നിന്ന് ഒയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ് എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഈ ട്രയാങ്കിളിൻ്റെ തേർഡ് സൈഡാണ്. ദാറ്റ് മീൻസ് എ ബിയും എ സിയും 8 സെൻറ്റിമീറ്റർ ആണ് എന്നെടുക്കുകയാണെങ്കിൽ വി വാണ്ട് ടു ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ബി സി. ഓക്കെ, അതിനായിട്ട് എയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ ബി സി എന്ന ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുന്ന സമയത്ത് ആ സൈഡിനെ 2 ഈക്വൽ പോർഷൻസായി കട്ട് ചെയ്യും എന്നുള്ളത്. സോ സൈഡിന് മീഡിയം പോയിന്റിനെ എം എന്ന് നെയിം ചെയ്യുകയാണെങ്കിൽ ബി സി എന്ന സൈഡ് 2 ഈക്വൽ പോർഷൻസായി കട്ട് ചെയ്യപ്പെട്ടു. ദാറ്റ് മീൻസ് ബി എം ഈക്വൽ ടു എം സി ആണ്. എന്ന് മാത്രമല്ല ഇവിടെ മേക്ക് ചെയ്ത ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ശരിയല്ലേ? അതായത് നമുക്ക് കിട്ടിയ ട്രയാങ്കിൾ എ ബി സി എന്ന ഐസോസെലസ് ട്രയാങ്കിളിനെ 2 ഈക്വൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ആയി കട്ട് ചെയ്തു. ദാറ്റ് മീൻസ് റൈറ്റ് ട്രയാങ്കിൾ, ട്രയാങ്കിൾ എ എം ബിയും ട്രയാങ്കിൾ എ എം സിയും. ഓക്കെ, നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് തേർഡ് സൈഡായിട്ടുള്ള ബി സി ആണ്. അതിനായിട്ട് എ എം ബി എന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ എ എം ബി എന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യണം. പൈതഗോറസ് തിയറം പറയുന്നത് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്നുള്ളതാണ്. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ് ഹൈപ്പോട്ടന്യൂസ്. സോ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. ബേസ് എന്ന് പറയുന്നത് ബി എം ആണ്. ദാറ്റ് മീൻസ് ബി എം സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ദാറ്റ് മീൻസ് എ എം സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ദാറ്റ് ഈസ് എ ബി സ്ക്വയർ. Then triangle OBM കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ OBM. ട്രയാങ്കിൾ OBM കൺസിഡർ ചെയ്യുമ്പോൾ ഇതും ഒരു റൈറ്റ് ട്രയാങ്കിൾ തന്നെയാണ്. ദാറ്റ് മീൻസ് ഈ ട്രയാങ്കിളും പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യണം.
പൈതഗോറസ് തിയറം നോക്കുന്ന സമയത്ത് ബി എം സ്ക്വയർ പ്ലസ് ഒ എം സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി ഒ സ്ക്വയർ എന്നാണ് കിട്ടിയിരിക്കുന്നത്. ബി എന്ന് പറയുന്നത് സർക്കിളിന്റെ ദാറ്റ് മീൻസ് ഈ ട്രയാങ്കിളിന്റെ ബേസും ഒ എം എന്ന് പറയുന്നത് ട്രയാങ്കിളിന്റെ ഓൾട്ടിറ്റ്യൂഡും ബി ഒ എന്നുള്ളത് ഹൈപ്പോട്ടൻസും ആണ്. സോ ബി എം സ്ക്വയർ പ്ലസ് ഒ എം സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി ഒ സ്ക്വയർ. ഇതിൽ നമുക്ക് ബി ഒ 5 സെന്റിമീറ്റർ ആണെന്ന് അറിയാം. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ബി സി ആണ്. ബി എം എന്ന് പറയുന്നത് ബി സിയുടെ ഹാഫ് ആണ്. അതുകൊണ്ട് തന്നെ തേർഡ് സൈഡ് എന്ന് പറയുന്ന ഒ എം നമുക്ക് അറിയാത്തത് കൊണ്ട് തന്നെ ഇതിനെ എക്സ് ആക്കി എടുക്കാം. അതായത് ട്രയാങ്കിൾ ഒ എം ഡിയിലെ 3 സൈഡ്സിൽ ബി എം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതായത് കൊണ്ട് തന്നെ ബാക്കിയുള്ള 2 സൈഡ്സിന്റെ മെഷർമെന്റ് ഒന്ന് 5 സെന്റിമീറ്ററും മറ്റേത് നമുക്ക് അറിയില്ല, അതുകൊണ്ട് നമ്മൾ അതിനെ എക്സ് ആക്കി എടുക്കുന്നു. ഓക്കെ, ദാറ്റ് മീൻസ് bm square plus om square is equal to bo square, that is bm square plus h square is equal to 5 square ആണ്. ഇത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് bm ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ബേസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് എഴുതുകയാണെങ്കിൽ bm സ്ക്വയർ ഇസ് ഈക്വൽ ടു 5 സ്ക്വയർ മൈനസ് h സ്ക്വയർ എന്ന് എഴുതാം. ശരിയല്ലേ? അപ്പോൾ 5 സ്ക്വയർ മൈനസ് h സ്ക്വയർ എന്നുള്ളതാണ് bm സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ബി എം എന്തായിരിക്കും? ബി എം ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 5 സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ ആണ്. ശരിയല്ലേ? നമ്മൾ ആദ്യം കൺസിഡർ ചെയ്ത ട്രയാങ്കിൾ എന്തായിരുന്നു? ട്രയാങ്കിൾ എ എം ബി ആണ്. ഇതിൽ ബി എം എന്ന് പറയുന്നത് അഗൈൻ റിപ്പീറ്റ് ചെയ്യുന്നു, പക്ഷെ നമുക്ക് ബി എം അറിയില്ല. അതിനുവേണ്ടി നമ്മൾ ട്രയാങ്കിൾ ഒ എം ബി കൺസിഡർ ചെയ്തു. ട്രയാങ്കിൾ ഒ എം ബി കൺസിഡർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ബി എം എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 5 സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ ആണ്. ഓക്കെ, ബി എം സ്ക്വയറിന് പകരമായി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം 5 സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ. ബി എം ആണ് സ്ക്വയർ റൂട്ട് ഓഫ് 5 സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ. സോ ബി എം സ്ക്വയർ ഇസ് ഈക്വൽ ടു 5 സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ എ എം സ്ക്വയർ ആണ് അടുത്തതായിട്ട് വേണ്ടത്. എ എം, എ മുതൽ ഒ വരെയുള്ള ലെങ്ത് ഈ സർക്കിളിന്റെ റേഡിയസ് ആണ്. റേഡിയസിന്റെ മെഷർമെന്റ് നമുക്കറിയാം 5 സെന്റിമീറ്റർ ആണ്. സോ എ ഒക്ക് പകരമായി 5 സെന്റിമീറ്റർ എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ എ എം എന്തായിരിക്കും? യെസ്, എ എം ഈക്വൽ ടു 5 പ്ലസ് എക്സ് ആണ്. ശരിയല്ലേ? അപ്പോൾ എ എമ്മിന് പകരമായി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം 5 പ്ലസ് എക്സ് എന്ന്. അപ്പോൾ എ എം സ്ക്വയർ ഇസ് ഈക്വൽ ടു 5 പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ. ബി എം സ്ക്വയർ ഇസ് ഈക്വൽ ടു 5 square minus h square. Okay, that is equal to AB square ആണ്. AB എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആണ്. So AB square is equal to 8 square. Clear ആയില്ലേ? ഒന്നുകൂടി പറയാം. ട്രയാങ്കിൾ ABC യിലെ റേഡിയസ് 5 സെന്റിമീറ്റർ ആണ്. ട്രയാങ്കിൾ ABC യിലെ 2 സൈഡ്സ്, ദാറ്റ് മീൻസ് ഐസോസ്റ്റസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ 2 സൈഡ്സ് 8 സെന്റിമീറ്റർ ആണ് എന്ന് തന്നിട്ടുണ്ട്. ഈ ABC യിലൂടെ പോകുന്ന സർക്കിൾ ആണ് നമ്മളിപ്പോൾ വരച്ചിരിക്കുന്നത്. ആ സർക്കിളിന്റെ റേഡിയസ് ആണ് 5 സെന്റിമീറ്റർ. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഈ ഐസോസ്റ്റസ് ട്രയാങ്കിളിന്റെ തേർഡ് സൈഡ് ആണ്. അതിനായിട്ട് ഒരു പെർപെൻഡിക്കുലർ ലൈൻ എയിൽ നിന്ന് ബി സിയിലോട്ട് വരയ്ക്കുമ്പോൾ ബി സിയെ 2 ഈക്വൽ പോർഷൻസ് ആയി കട്ട് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ബി എം ഈക്വൽ ടു എം സി എന്ന് മാത്രമല്ല ആ ആംഗിളിനെ 90 ഡിഗ്രി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നു. ഓക്കെ, ദെൻ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ലെങ്ത് ബി സി ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ബി എം ഫൈൻഡ് ഔട്ട് ചെയ്യാം. അത് തന്നെയാണ് എം സി എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ബി സി ബി എം പ്ലസ് എം സിയിലൂടെ ദാറ്റ് മീൻസ് ബി എമ്മിൻ്റെ ട്വേസ് എന്നുള്ള രീതിയിൽ നമുക്ക് ബി സി ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതിനായിട്ട് ട്രയാങ്കിൾ എ എം ബി റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നു. ദാറ്റ് മീൻസ് ബി എം സ്ക്വയർ പ്ലസ് എ എം സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ബി സ്ക്വയർ. ദെൻ ഇതിൽ നമുക്ക് ബി എമ്മിന്റെ മെഷർമെന്റ് അറിയില്ല. അതിനായിട്ട് ട്രയാങ്കിൾ ഒ എം ബി കൺസിഡർ ചെയ്യുന്നു. ഇതും ഒരു റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ അവിടെയും പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യേണ്ടിയിരിക്കുന്നു. സോ ഈ ലെങ്തിനെ എക്സ് എന്ന് എടുത്തു. ഒ ബി ലെങ്ത് എന്ന് പറയുന്ന 5 സെന്റിമീറ്റർ റേഡിയസ് എന്ന് തന്നിട്ടുണ്ട്. സോ ബി എം സ്ക്വയർ ഇസ് ഈക്വൽ ടു 5 സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബി എം സ്ക്വയർ ഇസ് ഈക്വൽ ടു 5 സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ. എ എം എന്ന് പറയുന്നത് റേഡിയസിന്റെ കൂടെ ഇത്രയും ഒ എം എന്നുള്ള പോർഷനും കൂടി ചേരുന്നതാണ് എ എം. സോ 5 പ്ലസ് എക്സ് എന്നുള്ളത് എ എമ്മിന് പകരമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ബി എം സ്ക്വയർ ഇസ് ഈക്വൽ ടു 5 സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ. ദെൻ എ എം സ്ക്വയർ ഇസ് ഈക്വൽ ടു 5 പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ. ദാറ്റ് ഇസ് ഈക്വൽ ടു എ ബി സ്ക്വയർ. എ ബി എന്ന് പറയുന്നത് 8 ആണ്. സോ 8 സ്ക്വയർ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം എക്സിന്റെ വാല്യൂ.
നമുക്ക് നോക്കാം. ട്രയാങ്കിൾ എ എം ബി എന്ന് കൺസിഡർ ചെയ്യുമ്പോൾ ബി എം സ്ക്വയർ പ്ലസ് എ എം സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ബി സ്ക്വയർ എന്ന് കിട്ടിയിട്ടുണ്ട്. ബി എം എന്ന് പറയുന്നത് 5 സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ ആണെന്ന് പറഞ്ഞു. സോ ബി എം സ്ക്വയർ ഇസ് ഈക്വൽ ടു 5 സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ എന്ന് കൊടുക്കുന്നു. പ്ലസ് എ എം സ്ക്വയർ ദാറ്റ് ഈസ് 5 പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ that is equal to AB square that is 8 square 64. Clear ആയില്ലേ? Then 5 square minus 8 square നെ അങ്ങനെ തന്നെ എഴുതാം. Plus 5 plus x the whole square that is a plus b the whole square is equal to a square plus 2ab plus b square. Identity ആണ്, substitute ചെയ്യാം. So a യുടെ പ്ലേസിലുള്ളത് 5 ആണ്. 5 square that is 5 square എന്ന് കൊടുത്തു plus 2ab that is 2 into x into 5 that means 10x plus b square that is h square equal to 64. Then 5 square 5 square 5 square 25 ആണ്. 5 square 25 25 plus 25 that is 15. Then minus h square plus h square കൂടി cancel ചെയ്തു പോകുന്നു. Then plus 10x equal to 64. Clear ആയില്ലേ? 5 square 25 5 square 25 25 plus 25 15. Then h square minus h square കൂടി cancel ചെയ്തു. Then 10x equal to 64. 10x നെ മാത്രം നമ്മൾ ലെഫ്റ്റിൽ നിൽക്കുകയാണെങ്കിൽ 64 plus 50 റൈറ്റിലോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ minus 50. So 64 minus 50 is equal to 40. Okay, that is x is equal to 14 by 10 that is 1.4. അതായത് എക്സിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത് 1.4 ആണ് എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ എക്സിന് പകരമായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം 1.4 സെന്റിമീറ്റർ. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്തായിരുന്നു? ബി സി ആണ് അല്ലെ. അതായത് ബി സി എന്ന് പറയുന്നത് ബി എമ്മിന്റെ ഡബിൾ ആണ്. ബി എം എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 5 സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ ആണ്. എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി 1.4 ആണുള്ളത്. സോ ബി എം ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 5 സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 5 സ്ക്വയർ ദാറ്റ് ഈസ് 25 മൈനസ് എച്ച് സ്ക്വയർ ദാറ്റ് ഈസ് 1.4 ദ ഹോൾ സ്ക്വയർ. 14ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 196 ആണ്. സോ 1.4 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1.96 ആണ്. ശരിയല്ലേ? ദാറ്റ് ഈസ് ബി എം ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 25 മൈനസ് 1.96 ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 23.04. ഓക്കെ, അതായത് ബി എമ്മിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 23.04 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4.8 സെന്റിമീറ്റർ. അതായത് ബി എമ്മിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 4.8 സെന്റിമീറ്റർ ആണ്. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ബി സി ആണ്. ബി എമ്മിന്റെ ഡബിൾ ആണ് ബി സി. സോ ബി സി ഈക്വൽ ടു 2 times 4.8 centimeter. That means 2 times BM is equal to 2 into 4.8 is equal to 9.6 centimeter. Okay, triangle ABC ഒരു isosceles triangle ആണ്. അതുകൊണ്ട് തന്നെ രണ്ട് സൈഡ്സ് എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആണ്. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് തേർഡ് സൈഡ് ആണ്. തേർഡ് സൈഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ രണ്ട് റൈറ്റ് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്തു, OM BM AM BM. ഇതിൽ നിന്ന് നമുക്ക് ബി എമ്മിന്റെ മെഷർമെന്റ് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 4.8 സെന്റിമീറ്റർ. ബി എമ്മിന്റെ ഡബിൾ ആണ് ബി സി. സോ ബി സി ലെങ്ത് ഓഫ് ബി സി ഇസ് ഈക്വൽ ടു 9.6 സെന്റിമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ലെങ്ത് ഓഫ് എ സൈഡ് ആൻഡ് ദ സർക്കംറേഡിയസ് ഓഫ് ആൻ ഈക്വലാറ്റർ ട്രയാങ്കിൾ. അതായത് ഒരു ഈക്വലാറ്റർ ട്രയാങ്കിളിലൂടെ ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഈക്വലാറ്റർ ട്രയാങ്കിളിന്റെ സൈഡ്സും ഈ സർക്കിളിന്റെ റേഡിയസും തമ്മിലുള്ള റിലേഷൻ ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അതിനായിട്ട് ട്രയാങ്കിൾ എ ബി സി എടുത്തു. ഈ എ ബി സിയിൽ എയിൽ നിന്ന് സർക്കിളിന്റെ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ദാറ്റ് മീൻസ് റേഡിയസും, അതേപോലെ തന്നെ ബിയിൽ നിന്ന് സർക്കിളിലേക്കുള്ള ഡിസ്റ്റൻസ് റേഡിയസ് ആണ്.
സിയിൽ നിന്ന് സെൻറ്ററിലേക്കുള്ള ഓയിലേക്കുള്ള ഡിസ്റ്റൻസ് റേഡിയസ് ആണ്. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഈ സർക്കിളിൻ്റെ റേഡിയസ്, ദാറ്റ് മീൻസ് BOM, സൈഡ്സ് ആയ AB, BC, AC തമ്മിലുള്ള റിലേഷനാണ്. ഓക്കെ, അതിനായിട്ട് എയിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡ് ആയിട്ടുള്ള BCയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചിട്ടുണ്ട്. സെന്ററിനെ O എന്ന് നെയിം ചെയ്യുന്നു. പെർപെൻഡിക്കുലർ ലൈൻ മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ M എന്ന് കൊടുക്കുകയാണെങ്കിൽ BC എന്ന സൈഡിനെ രണ്ട് ഈക്വൽ പോർഷൻസ് ആയി കട്ട് ചെയ്തു BM MC. സോ BM is equal to MC ആണ്. എന്ന് മാത്രമല്ല BMA എന്ന് പറയുന്ന ആംഗിൾ 90 ഡിഗ്രിയുമാണ്. ഓക്കെ, നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് BOയും BCയും തമ്മിലുള്ള റിലേഷനാണ്. BO എന്ന് പറയുന്നത് ഈ സർക്കിളിൻ്റെ റേഡിയസ് ആയതുകൊണ്ട് തന്നെ BOയ്ക്ക് പകരമായി നമ്മൾ റേഡിയസ് 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് ആംഗിൾസ് നോക്കാം. ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സ് ഈക്വൽ ആണ്. അതേപോലെ തന്നെ 3 ആംഗിൾസും പരസ്പരം ഈക്വൽ ആണ് എന്ന് നമുക്കറിയാം. ടോട്ടൽ ആംഗിൾസും 180 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുമ്പോൾ 180 ഡിഗ്രി ബൈ 3, ദാറ്റ് ഈസ് 60 ഡിഗ്രി. 3 ആംഗിൾസും 60 ഡിഗ്രിയുമായി ഈക്വൽ ആണ്. ശരിയല്ലേ? ഇവിടെ ബിയിൽ നിന്ന് ഓയിലേക്ക് ഒരു ബൈസെക്ടർ വരയ്ക്കുന്ന സമയത്ത് ഈ ABC എന്ന് പറയുന്ന ഈ 60 ഡിഗ്രി ആംഗിളിനെ രണ്ട് ഈക്വൽ ആംഗിൾസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു പോകും. ദാറ്റ് മീൻസ് 30 ഡിഗ്രിയും 30 ഡിഗ്രിയും. അതായത് ട്രയാങ്കിൾ OMBയിൽ OBM എന്ന് പറയുന്ന ഈ ആംഗിൾ 30 ഡിഗ്രിയാണ് എന്ന് കിട്ടി. അതിനോടൊപ്പം തന്നെ OMB എന്ന ഈ ആംഗിൾ 90 ഡിഗ്രിയുമാണ്. ഓക്കെ, OBM 30, OMB 90. ട്രയാങ്കിൾ ആംഗിൾസും 180 ഡിഗ്രിയാണ്. സോ രണ്ട് ആംഗിൾസ് 30യും 90യും ആണെങ്കിൽ തേർഡ് ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. ശരിയല്ലേ? 180 മൈനസ് ഓഫ് 90 പ്ലസ് 30, സോ 120. 180 മൈനസ് 120, 60 ഡിഗ്രി. സോ ഈ തേർഡ് ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. ഓക്കെ, ദെൻ ട്രയാങ്കിൾ OMB കൺസിഡർ ചെയ്യുമ്പോൾ 3 ആംഗിൾസ് മെഷർമെന്റ് എന്ന് പറയുന്നത് 30, 60, 90 ആണ് എന്ന് കിട്ടി. ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിൾസ് മെഷർമെന്റ് 30, 60, 90 ഡിഗ്രി റേഷ്യോയിലാണെങ്കിൽ അവരുടെ സൈഡ്സിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത് 1:√3:2 അല്ലേ? അതായത് 30യുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡിന് 1ഉം 90യുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡിന് √3ഉം 90യുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡിന് 2 എന്ന് കൊടുക്കുകയാണെങ്കിൽ 1:√3:2. സോ 30:60:90 ആംഗിളിലുള്ള ഒരു ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:√3:2 ആണ്. സൈഡ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ആൽഫബറ്റ്, ദാറ്റ് മീൻസ് ഒൾജിബ്രയിൽ എഴുതണം. ദാറ്റ് മീൻസ് ആ സൈഡിനെ നമ്മൾ R എന്ന് കൊടുക്കുകയാണെങ്കിൽ മറ്റു സൈഡിന് 1R, 2R, √3R എന്ന് പറയും. ഓക്കെ, അതായത് റേഡിയസ് 2R ആണെന്നാണ് കിട്ടിയത്. റേഡിയസ് 2R ആണെങ്കിൽ ഈ മെഷർമെന്റ് എന്തായിരിക്കും? യെസ്, 1R ആണ് അല്ലേ? 1R എന്ന് പറയുന്നത് എന്താ? ഈ 2Rന്റെ ഹാഫ് അല്ലേ 1R? അങ്ങനെയാണെങ്കിൽ BM എന്താണ്? റേഡിയസ് എത്രയാണോ ആ റേഡിയസിന്റെ √3 ടൈംസ് ആണ്. ശരിയല്ലേ? അതായത് BM എന്ന് പറയുന്നത് √3R ഉം റേഡിയസ് എന്ന് പറയുന്നത് 2R ഉം ആണ്. സോ റേഡിയസ് ഇസ് ഈക്വൽ ടു 2R ആണെന്ന് കൊടുക്കാം. BM എന്ന് പറയുന്നത് √3R ആണ്. സോ BM is equal to √3R എന്ന് കൊടുക്കും. ഈ BM ഉം MCയും ഈക്വൽ ആണ്. അതായത് BC എന്ന് പറയുന്നത് BMന്റെ 2 ടൈംസ് ആണ്. സോ BC എന്ന് പറയുന്നത് 2 ടൈംസ് √3R ആയിരിക്കും. സോ 2 × √3R ആണ് എന്ന് പറയാം. അതായത് റേഡിയസ് 2R ആണ് എങ്കിൽ ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ് BC എന്ന് പറയുന്നത് 2√3R ആണ്. ഇതിനർത്ഥം എന്താണ്? റേഡിയസ് 2R ആണ് എങ്കിൽ BC എന്ന ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ് 2√3R ആണ്. 2R എന്ന് പറയുന്നതാണ് റേഡിയസ്.
സോ 2r പകരമായി നമുക്ക് റേഡിയസ് r സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബാക്കിയുള്ളത് √3r ആണ്. അതായത് റേഡിയസ് എത്രയാണോ, റേഡിയസ് r ആണ് എങ്കിൽ റേഡിയസ് എത്രയാണോ ആ റേഡിയസിന്റെ √3 ടൈംസ് ആണ് ഈക്വലാറ്റർ ട്രയാങ്കിളിന്റെ സൈഡ്. ഓക്കെ, ബി സി എന്ന് പറയുന്നത് √3r ആണ്. ഈക്വലാറ്റർ ട്രയാങ്കിളിന്റെ 3 സൈഡ്സും ഈക്വൽ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ എ ബി ഈക്വൽ ടു ബി സി ഇസ് ഈക്വൽ ടു എ സി ഇസ് ഈക്വൽ ടു √3r എന്ന് പറയാം. അതായത് ഈ ഈക്വലാറ്റർ ട്രയാങ്കിളിലൂടെ ഒരു സർക്കം സർക്കിൾ വരച്ചപ്പോൾ സർക്കം സർക്കിളിന്റെ റേഡിയസ് r ആണ് എങ്കിൽ ആ റേഡിയസിന്റെ √3 ടൈംസ് ആണ് ഈക്വലാറ്റർ ട്രയാങ്കിളിന്റെ സൈഡ്സ്. സോ റിലേഷൻ എന്ന് പറയുന്നത് സർക്കം സർക്കിളിന്റെ റേഡിയസിന്റെ √3 ടൈംസ് ആണ് ഈക്വലാറ്റർ ട്രയാങ്കിളിന്റെ സൈഡ്സ്. ക്ലിയർ ആയില്ലേ? ഓക്കെ, താങ്ക് യു.